മാധുര്യപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുര്യപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നഴ്സസ് ടൈം എപ്പിസോഡിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് പോലെ, നാം ഒരു വ്യക്തിയെ ഈ ലോകത്തിൽ ഉള്ളു എന്നതുപോലെ ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ഇന്ന് അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് പിന്നീട് ഈശോയെ നാഥനും രക്ഷിതാവുമായി സ്വീകരിച്ച് സഹനങ്ങളിൽ ഈശോയെ കൂട്ടുപിടിച്ച് ആത്മീയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന UAE റാസൽ ഖൈമയിൽ നിന്നുള്ള ഒരു നഴ്സിന്റെ അനുഭവ സാക്ഷ്യം നമുക്ക് ശ്രവിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുസ്മിത അക്രൈസ്തവ കുടുംബത്തിൽ ജീവിച്ച് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച അനുഭവ സാക്ഷ്യം ഒരിക്കൽ നമ്മുടെ കൂട്ടായ്മയിൽ പങ്കുവയ്ക്കുകയുണ്ടായി. ആ നിമിഷം അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളെല്ലാവരും ഒരു പ്രത്യേക ദൈവാനുഭവത്തിൽ നിറയുകയുണ്ടായിരുന്നു. ആ സാക്ഷ്യം ഒരിക്കൽ കൂടി ശാലോം പ്രേക്ഷകർക്കായി സുസ്മിതയൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് പങ്കുവയ്ക്കാവോ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവർത്തനം 4:12 വചനം ഇപ്രകാരം പറയുന്നു: ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുനാമം മാത്രം. എൻ്റെ പേര് സുസ്മിത ക്ലബിൻ. ഞാനിവിടെ 1 വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്. ഞാൻ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ തക്കല രൂപത അംഗമാണ്. ഞങ്ങളൊരു അയക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകളും ആചാരങ്ങളും ചിട്ടയായിട്ട് പാലിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. എൻ്റെ അച്ഛൻ തികച്ചും ഒരു മദ്യപാനിയായിരുന്നു. അമ്മയുടെ കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ അച്ഛനെ ഗൾഫിലോട്ട് അയച്ചു. അവിടെയും ഫലമൊന്നും ഉണ്ടായിട്ടില്ല. അച്ഛൻ തിരിച്ച് നാട്ടിലോട്ട് വന്നതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛന് സ്ട്രോക്കായി. ഇടത് സൈഡ് കൈയും കാലും തളർന്നു പോയി. 2-3 ദിവസം ഞങ്ങൾ ആചാരം അനുസരിച്ചാണ് ഞങ്ങൾ നോക്കിയത്. ആ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല? ഇല്ല, ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. ഞങ്ങൾ ആചാരം അനുസരിച്ചാണ് ഞങ്ങൾ നോക്കിയത്. അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ സമയം കഴിഞ്ഞു പോയിരുന്നു. ഡോക്ടർ നോക്കിയിട്ട് ഇത് ഫലം ഉണ്ടാവത്തില്ല, ഇപ്പം ഒത്തിരി സമയം കഴിഞ്ഞു പോയി, ഇനി ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. എന്നാലും ചെറിയ ട്രീറ്റ്മെൻറ്റിലൂടെ ഹോസ്പിറ്റലിലായിരുന്നു. ആ സമയത്തും അമ്മ ഞങ്ങൾ ആചാരപ്രകാരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രാർത്ഥനകളും ചെയ്യുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഫലമൊന്നും ഉണ്ടായിട്ടില്ല, വീട്ടിൽ തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. ആ സമയം അമ്മയ്ക്ക് നല്ലതായിട്ട് പേടിയായി. തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയാൽ ഞങ്ങളെ സഹായിക്കാനോ അച്ഛനല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം വേറെ ആരും ഇല്ലായിരുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ അമ്മ പോവില്ല എന്നുള്ള ഇതിൽ ഇരുന്നു. അമ്മ നല്ല സങ്കടപ്പെട്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റും ഇല്ല. ആ സമയത്താണ് പെന്തക്കോസ്ത സഹോദരങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഓരോ ബെഡിലും ഇങ്ങനെ പുതിയ നിയമം ബൈബിള് കൊടുത്തു ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അമ്മ ഇത് കണ്ട് ഒന്ന് ഇവരോട് പ്രാർത്ഥിച്ചാലോ എന്ന് ആലോചിച്ചു. ആ സമയം അമ്മ അടുത്ത് വന്നപ്പം ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. അവർ നിന്നിട്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നവരാണോ എന്ന് ചോദിച്ചു. ഇല്ല, പക്ഷേ ഈ അവസ്ഥയിൽ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവർ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങി ഒരു പുതിയ നിയമം ബൈബിള് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പോയി. അവർ ആ സമയത്ത് പ്രാർത്ഥിച്ചില്ല. അവർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. പെട്ടെന്ന് അവരവിടുന്ന് പോവേണ്ടതുണ്ടായിരുന്നു. അപ്പം അമ്മ ഈ ബൈബിള് എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പറയണമെന്നൊന്നും അറിയില്ല. പക്ഷെ അമ്മ ഈ ബൈബിള് അച്ഛൻ വായിക്കാൻ തുടങ്ങി. അച്ഛന് നന്നായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, തളർന്ന് കിടക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ബൈബിള് വായിക്കുമ്പോൾ അതെല്ലാം മനസ്സിലാക്കാനൊക്കെ പറ്റുമായിരുന്നോ? ഇല്ല, അച്ഛന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മനസ്സിലായാൽ ഞങ്ങൾ ക്രൈസ്തവരെ കൂടുതലും എതിർത്ത് ജീവിക്കുന്ന ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛന് ഇതൊന്നും പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റത്തില്ലായിരുന്നു.
അമ്മയും ഇത് ഞങ്ങളെ രീതിയിൽ നോക്കി രക്ഷയില്ലാതെ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥന കിട്ടുകയും ബൈബിള് വായിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന സൗഖ്യത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ ദൈവത്തോട് വിശ്വാസം വരുവാനും അത് കൂടുതൽ ബൈബിള് വായിക്കുക സമയത്ത് അച്ഛന് കൂടുതൽ അച്ഛൻ ഉറങ്ങാൻ തുടങ്ങി. ഉറക്കമില്ലായിരുന്നു, അച്ഛൻ ഉറങ്ങാൻ തുടങ്ങി. ചെറിയ പ്രശ്നങ്ങളൊക്കെ ബൈബിള് വായിക്കുന്നതിൽ കൂടെ സൗഖ്യപ്പെടാൻ തുടങ്ങിയപ്പം അമ്മയ്ക്ക് കൂടുതൽ വിശ്വാസത്തിൽ വീണ്ടും വീണ്ടും ബൈബിള് വായിക്കാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് ഡോക്ടർ റൗണ്ട്സിന് വരുന്ന സമയത്ത് അമ്മ ഡിസ്ചാർജ് അങ്ങോട്ട് ചോദിച്ചു. ഡിസ്ചാർജ് ഡോക്ടർ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടും അമ്മ കൊണ്ടുപോകാതിരുന്നിട്ട് ഈ ഇത്രയും അത്ഭുതം കണ്ട് സൗഖ്യം അച്ഛന് കിട്ടുന്നത് കണ്ടിട്ട് അങ്ങോട്ട് ചോദിച്ചു, ഡിസ്ചാർജ് ചോദിച്ചു. അവർക്ക് തന്നെ അത്ഭുതമായി. ഈ തളർന്ന് കിടക്കുന്ന ആളിൽ കുറേ വ്യത്യാസങ്ങൾ കണ്ടപ്പോൾ മരുന്നില്ലാതെ തന്നെ വ്യത്യാസങ്ങൾ വചനം വായിക്കുന്നതിൽ കൂടെ കിട്ടിയപ്പോൾ അവർക്കും ഒരു വിശ്വാസമായി. അതിലൊരു ഡോക്ടർ ചോദിച്ചു, അപ്പോഴും നിങ്ങളിനി ക്രിസ്ത്യാനികളായി ജീവിക്കാനാണോ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോഴും അമ്മ പറഞ്ഞു, ബൈബിള് ഈ പുസ്തകം വായിച്ചപ്പോൾ തന്നെ ഇത്രയും സൗഖ്യം കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിതകാലം മുഴുവനും ക്രിസ്തുമതം സ്വീകരിച്ച് ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അമ്മ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അച്ഛനെ ഒരാൾ പറഞ്ഞ ഇതിൽ ഒരു പ്രാർത്ഥനാലയത്തിൽ കൊണ്ടുപോയി. അവിടുത്തെ വചന പ്രഘോഷണ സമയത്ത് അച്ഛൻ ഇങ്ങനെ ഒരു സ്വരം കേൾക്കുന്നു, എഴുന്നേറ്റ് നടക്കുമെന്ന്. അപ്പം അച്ഛൻ തളർന്നു കിടന്ന, ഒന്നും ചെയ്യാനോ സംസാരിക്കാനോ കഴിയാതെ കിടന്ന ആള് ഒരു ശബ്ദം കേട്ടിട്ട് താനെ ബെഡിൽ നിന്ന് എഴുന്നേക്കാണ്. അമ്മ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. കിടക്കുന്ന ആള്, തളർന്നു കിടക്കുന്ന ആള് താനെ എഴുന്നേറ്റു അച്ഛൻ അവിടെ നടക്കാൻ തുടങ്ങി. അപ്പോഴത്തുള്ള ഒരു ശക്തിയിലും നടന്നു. പിന്നെ ഒരു സപ്പോർട്ടോടെയാണ്, ഒരു ചെറിയ സപ്പോർട്ടോടെയാണ് അച്ഛന് നടന്ന് വേറെ ഒരു കുഴപ്പമില്ല. അച്ഛൻ്റെ കാര്യങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് കഴിയുന്ന അത്രയും ശക്തിയും ബലവും ദൈവം കൊടുത്ത് അത്ഭുത സൗഖ്യം കൊടുത്തു അച്ഛന്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ പ്രാർത്ഥനയിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന് ഞങ്ങളെ നാട്ടിലെ വികാരി അച്ഛൻ്റെ അടുത്ത് പള്ളിയിൽ പോയി വികാരി അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു. ആ അച്ഛൻ പിന്നെ ഞായറാഴ്ച തോറും ഞങ്ങൾ പള്ളിയിലും പോകുമായിരുന്നു. പിന്നെ ബിഷപ്പിൻ്റെ സഹായത്തോടെ ഞങ്ങൾക്ക് ആദ്യ കുർബാനയും മാമോദിസയും ആദ്യ കുർബാനയും ഒക്കെ ലഭിച്ചു. പിന്നെ ഞങ്ങൾ തിരിഞ്ഞ് ഞങ്ങൾ വിശ്വസിച്ചിരുന്ന രീതിയിൽ പോയില്ല. ഞങ്ങൾ പിന്നെ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ബൈബിൾ വചനം കൂടുതൽ വായിക്കുകയും ഞങ്ങൾ എന്ത് പ്രതിസന്ധി വന്നാലും വചനം വായിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി ധൈര്യവും ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. ഞങ്ങൾ മാമോദിസ സ്വീകരിച്ചതിന് ശേഷം, കുർബാന സ്വീകരിച്ചതിന് ശേഷവും ഞങ്ങൾക്ക് കൂടുതൽ ദൈവാനുഗ്രഹങ്ങളാണ്. പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ പള്ളിയിൽ പോകും. പള്ളിയിൽ പോകാനുള്ള ഒരു പ്രചോദനം ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങൾ എല്ലാ ദിവസവും അമ്മയോടൊപ്പം ഞാൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും സന്ധ്യാപ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങുകയും ചെയ്തു. ഞങ്ങൾ മതപരമായിട്ട് പെട്ടെന്ന് ഇങ്ങനെ മാറി വന്നപ്പോഴുണ്ടായ ഒത്തിരി പാമ്പിൻ്റെയൊക്കെ ശല്യങ്ങളും എല്ലാം ഞങ്ങളെ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്, പേടിപ്പിക്കുന്ന രീതിയിൽ. പക്ഷെ അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ബൈബിള് വായിച്ച് പ്രാർത്ഥിച്ച് മുന്നേറാനുള്ള ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും കൃപയും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ അതിലൊന്നും ഭയപ്പെട്ടില്ല. ഞങ്ങൾ ദൈവത്തിൽ തന്നെ, കർത്താവിൽ തന്നെ ഉറച്ച് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ പള്ളിയിൽ പോവുകയും സൺഡേ സ്കൂളിലെല്ലാം സൺഡേ സ്കൂളിൽ പഠിക്കാനും പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ ഞങ്ങൾക്കൊരു പ്രചോദനം ലഭിച്ചു. ഞങ്ങൾക്ക് പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനുമുള്ളൊക്കെ ഒരു പ്രചോദനം ഉണ്ടായി. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ദൈവത്തെ അറിഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വിവാഹപ്രായം ആവുന്ന സമയത്തും ഒത്തിരി എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളെ കുടുംബത്തെ വന്ന് കണ്ട് ഞങ്ങളെ ജീവിതങ്ങളെ മനസ്സിലാക്കിയ ഒരാളെ തന്നെ വിവാഹം ചെയ്യാനുള്ള ഒരു അനുഗ്രഹം ദൈവം തന്നു. അദ്ദേഹത്തിനും ഞങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവ് ദൈവം കൊടുത്ത് വിവാഹം കഴിഞ്ഞ് ഒരു ക്രിസ്ത്യാനിയെ തന്നെ വിവാഹം കഴിച്ച് ജീവിക്കാനുള്ള കൃപ ദൈവം എനിക്ക് ദൈവത്തിന് മഹത്വം. ഈശോയുടെ കൂടെ ജീവിച്ചപ്പോഴും പിന്നീടും സുസ്മിതയുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടായിട്ടില്ലേ? അതെ ചേച്ചി, എൻ്റെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളെല്ലാം ഈശോയോട് കൂടെ ചേർന്ന് സഹിക്കാനുള്ള കൃപ
ദൈവം എനിക്ക് നൽകി. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ മലയിലാണ് താമസിച്ചിരുന്നത്. വിവാഹശേഷം ഞങ്ങൾ മാറി വേറെ വീട്ടിലാണ് താമസിച്ചത്. ഈ കുടുംബ വീട്ടിലെ ആരും താമസിച്ചിരുന്നില്ല. അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഞാനും എൻ്റെ ബ്രദറും അവൻ്റെ ഫാമിലിയും എൻ്റെ കുട്ടികളായിട്ടൊക്കെ ഞങ്ങൾ പോയി. ആ സമയത്ത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്നെ പാമ്പ് കടിച്ചു. പാമ്പ് എവിടെയാണ് കടിച്ചത്? വലത് കൈയിലെ വിരലിലാണ് പാമ്പ് കടിച്ചത്. ഞങ്ങൾ ആദ്യം വൈദ്യൻ്റെ അടുത്താണ് പോയത്. രാവിലെ സമയത്താണ് പാമ്പ് കടിക്കുന്നത്. ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും വൈദ്യൻ്റെ അടുത്ത് നിന്ന് മരുന്നൊക്കെ വെച്ച് വീട്ടിലോട്ട് തിരിച്ചു പോയി. ആ സമയത്ത് അറിഞ്ഞിരുന്നോ ഏത് പാമ്പാണ് കടിച്ചിരുന്നത്? ഏത് പാമ്പാണ് കടിച്ചിരുന്നതെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. പാമ്പ് കടിച്ച മരുന്ന് വൈദ്യം തന്നു. അത് കഴിക്കുകയും വച്ച് കെട്ടുകയും ചെയ്ത് വീട്ടിലോട്ട് പോയി. അതിനുശേഷം രാത്രി ആയപ്പോഴത്തേക്കും ഒരു അങ്കിളിൻ്റെ നിർബന്ധത്തോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് പോയി. ആ സമയത്ത് വൈദ്യൻ ഫോൺ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്ക്, ഇതിൽ പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നില്ല, നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട്. എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് വേദന മാത്രമേ, കയ്യിൽ വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വൈദ്യൻ്റെ അടുത്ത് നിന്ന് നേരെ വീട്ടിലോട്ട് പോയത്. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എനിക്ക് അവർ പെട്ടെന്ന് തന്നെ അവിടെ ഒരു ക്രിട്ടിക്കൽ ICUവിൽ ഒരു ബെഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വലിയ കരുതലും കൃപയും ആയിരുന്നു എനിക്ക്. അവർ ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ തന്നെ അവരെനിക്ക് മിക്സഡ് ആൻറ്റിവെനം തന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പെട്ടെന്ന് എൻ്റെ ബോധം പോയി. ബോധം പോയി അപ്പോഴവർ ബ്ലഡ് ടെസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് ചെയ്ത് എന്നെ അണലി പാമ്പാണ് കടിച്ചതെന്ന് കൺഫേം ചെയ്ത്. എത്ര മണിക്കൂറിന് ശേഷമായിരുന്നു? ഒരു 12-13 മണിക്കൂറിന് ശേഷമാണ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. അതിന് ശേഷമാണ്, ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷമാണ് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അത്രയും സമയം പോയി. അതിനുശേഷമാണ് അവർ ഏത് പാമ്പാണ് കടിച്ചതെന്ന് കണ്ടുപിടിച്ചു. പിന്നെ അതിൻ്റെ വെനം തന്നു. അതിനുശേഷം എനിക്ക് ബോധം വന്നു. എന്നിട്ട് എനിക്ക് പേടിയില്ല. എൻ്റെ മനസ്സിൽ നല്ല ധൈര്യം ഉണ്ടായിരുന്നു. ഈശോയോട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ കരുണയുടെ ജപമാല ചൊല്ലുന്നുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് വെന്റിലേറ്ററിലോട്ടൊന്നും ഞാൻ പോയില്ല. പക്ഷേ എനിക്ക് ICUവിലായി മൂന്നാമത്തെ ദിവസം എനിക്ക് പേടി വന്നു. എൻ്റെ മനസ്സിൽ ഞാൻ മരിച്ചു പോകും എന്നുള്ള ഒരു പേടി എനിക്ക് വന്നു. എനിക്ക് പെട്ടെന്ന് പേടി തോന്നാൻ കാരണം അതുവരെ നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നല്ലോ. അതെ, പക്ഷേ എനിക്ക് പെട്ടെന്ന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി. എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് ശ്വാസം തടസ്സം ഉണ്ടെന്ന് എനിക്ക് അവിടെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ആരോടും പറയാനായിട്ട് പേടിയായിരുന്നു. കാരണം വെന്റിലേറ്ററിലോട്ട് പോകുമെന്നുള്ള പേടി. എൻ്റെ അടുത്തുള്ളവരെല്ലാവരും വെന്റിലേറ്ററിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി മരിച്ചൊക്കെ കൊണ്ടുപോകുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പം എനിക്ക് ഈ ശ്വാസം എടുക്കാൻ വയ്യാതായപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. അപ്പം വീണ്ടും ഞാൻ എനിക്ക് ബോധം വീണ്ടും പോയി. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് എനിക്ക് ബോധം വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വെന്റിലേറ്ററിലാണോ എന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഓക്സിജൻ മാസ്കാണ് തന്നിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ ഈശോയോട് എനിക്ക് മരിക്കും എന്നുള്ള ഒരു ചിന്തയും പേടിയുള്ളതുകൊണ്ട് ഞാൻ ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. എനിക്ക് പാമ്പ് കടിച്ച് മരിക്കാനുള്ള ഒരവസ്ഥ എനിക്ക് ദൈവമേ അങ്ങ് അനുവദിക്കരുതേ. എനിക്ക് പാമ്പ് കടിച്ച് മരിക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനെ ഞാൻ ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്നെ ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് സൗഖ്യം വേണം. ഞാൻ സൗഖ്യപ്പെട്ടു പോയാൽ ഞാൻ പള്ളിയിൽ സാക്ഷി പറയാം എന്ന് ഞാൻ ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിച്ച് ഒരു കരുണ ജപമാലയും എനിക്ക് ചൊല്ലാനായിട്ട് സാധിച്ചു എന്നത് ദൈവത്തിൻ്റെ വലിയ കരുതലും കൃപയുമാണ്. അത് കഴിഞ്ഞതും ഞാൻ ഒരു കരുണകൊന്ത ചൊല്ലി കഴിഞ്ഞതും എൻ്റെ ശരീരത്തിലുള്ള എല്ലാ വിഷങ്ങളും ദൈവം സ്റ്റൂള് വഴി അത് വാഷ് ഓഫ് ചെയ്തു. അത് പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല ഒരു ധൈര്യം കിട്ടി. എനിക്ക് ശ്വാസവും നേരെ എടുക്കാൻ പറ്റും. അപ്പോഴേക്കും ഡോക്ടർ ഇതിൻ്റെ ഇടയ്ക്ക് ഡയാലിസിസ് വേണമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കൈ നല്ല നീരായിരുന്നു. അത് ഓർഗൻസിനെ ബാധിക്കാതിരിക്കാനായിട്ട് ഷോൾഡർ വെച്ച് വലത് കൈ
മുഴുവനുമായിട്ട് റിമൂവ് ചെയ്യണമെന്ന് ഹസ്ബൻഡിനോട് ഡോക്ടർ പറഞ്ഞിരുന്നു. ഈ സമയത്താണ് എനിക്ക് ശ്വാസം മുട്ടുന്നതും പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നതും ദൈവത്തോട് ഒരു സാക്ഷിയാവാന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതെല്ലാം ആ സമയത്ത് കൈ മുഴുവനെ നീരായിരുന്നു. നല്ല കൈ മുഴുവനും നല്ല നീരായി. ആ സമയത്ത് റിമൂവ് ചെയ്യണമെന്ന് സർജൻ പറയുന്ന സമയത്ത് എന്നെ നോക്കി ഡോക്ടർ പറഞ്ഞു, ത്രോംബിൻ വെച്ച് നീര് കുറയാനുള്ള ഒരു മരുന്ന് വെച്ചിട്ട് ഒന്ന് നമുക്ക് ബാൻഡേജ് ചെയ്ത് നോക്കാം എന്ന് ആ ഡോക്ടറിൻ്റെ മനസ്സിൽ ഈശോ പറഞ്ഞതാണ്. ഇല്ലെങ്കിൽ ആ ഡോക്ടർ അത് പറയാനായിട്ട് ഡോക്ടറിന് തോന്നിപ്പിച്ചു ദൈവം. പെട്ടെന്ന് തന്നെ ത്രോംബിൻ വെച്ച് നന്നായിട്ട് ബാൻഡേജ് ചെയ്ത് പിന്നെ എനിക്ക് ഓർമ്മയില്ല എപ്പോഴാണ് വന്ന് അത് റിമൂവ് ചെയ്യുന്ന അറിയില്ല. ആ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ കയ്യിലെ നീര് മുഴുവനും പോയി. എൻ്റെ കൈ ഇതുപോലെ നന്നായിട്ട് നല്ല നീര് പോയിട്ട് ഞാൻ തന്നെ ഇത് എൻ്റെ കൈ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവം അത്രയും വലിയ അത്ഭുതം എനിക്ക് തന്നു. എനിക്ക് പിന്നീട് വേറെ ഡയാലിസിസ് വേണമെന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ പറഞ്ഞു വേണ്ട, ഇപ്പോൾ ഡയാലിസിസ് ഒന്നും വേണ്ട എന്ന്. അപ്പം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെ ശരീരത്തിലുള്ള ആ വിഷങ്ങളെ മുഴുവനും ദൈവം അലിയിച്ച് കളയുകയായിരുന്നു. എനിക്ക് 46 ആൻറ്റിവെനം എടുത്തു, 48 പ്ലാസ്മ എടുത്തു. ഇത്രയും ക്രിട്ടിക്കലായിരുന്ന അവസ്ഥയിൽ നിന്നും ദൈവം എന്നെ കരുതലോടെ പൂർണ്ണ സൗഖ്യം തന്ന് ദൈവം എന്നെ രക്ഷിച്ചു. പിന്നെ ഷുഗർ ഉണ്ടായിരുന്നത് കൊണ്ടും ആ പാമ്പ് കടിച്ച ആ വിരൽ എടുക്കേണ്ടി വന്നു. വിരലെടുത്തെങ്കിലും ദൈവം ഇപ്പോഴും എനിക്ക് ഒരു കുഴപ്പവും കയ്യിൽ ഒന്നും അത് കടിച്ച് ആ വിരൽ പോയി എന്നുള്ള നോർമലായിട്ട് എല്ലാ ജോലിയും ചെയ്യാം. ഡോക്ടർ പറഞ്ഞത് ഈ ചെറിയ വിരൽ അനക്കാൻ പറ്റില്ല, അത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കിപ്പം തൊടുന്നതും അറിയാം, എനിക്ക് ഒരു കുഴപ്പമില്ല. അത് ഇത്രയും ഒന്നും മടങ്ങി വരില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു കുഴപ്പമില്ലാതെ ദൈവം എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നെ അനുഗ്രഹിച്ചു. സുസ്മിത നമ്മുടെ കൂട്ടായ്മയിൽ വരുമ്പോഴെല്ലാം മക്കളെയും കൂട്ടാറുണ്ടല്ലോ. പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മക്കൾ നല്ല ഭക്തിയോടുകൂടി ജപമാലയിൽ കൈകളെല്ലാം കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥനകൾ ചെല്ലുന്നത്. എങ്ങനെയാണ് സുസ്മിതയുടെ വിശ്വാസം മക്കൾക്ക് പകർന്നു കൊടുത്തത്? ഞാൻ വിശ്വാസം പള്ളിയിൽ പോകുമ്പോൾ അവരെ കൂടെ കൊണ്ടുപോയി കുർബാനയിൽ അവരെ കൊച്ചിലെ 3 മാസം പ്രസവിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെ പള്ളിയിൽ കൊണ്ടുപോവുകയും കുർബാന ഇത് കാണുകയും ചെയ്തപ്പോഴത്തേക്ക് മോന് തന്നെ കുർബാന സ്വീകരിക്കണം എന്നുള്ളതിൽ അവന് 10 വയസ്സായപ്പോൾ തന്നെ കുർബാന അവന് സ്വീകരിച്ചു. അത്രയ്ക്ക് അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈശോയെ സ്വീകരിക്കണമെന്ന്. അങ്ങനെ ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുകയല്ല, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയല്ല, അവർ നമ്മളെ പ്രാർത്ഥനകളും നമ്മളെ കണ്ട് അവർ പഠിക്കുകയാണ്. അപ്പം ഇത് ഒന്ന് പറഞ്ഞു കൊടുക്കത്തില്ല, അവർ തന്നെ ഓരോന്നും ചെയ്യുന്നതാണ്. എന്നെ പാമ്പ് കടിച്ച സമയത്തും കുട്ടികൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അമ്മയുടെ കൂടെ ദിവസം പള്ളിയിൽ പോവുകയും ചെയ്ത് പ്രാർത്ഥിച്ചു, ഞങ്ങൾ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിനൊരു ആശ്വാസം കിട്ടും. അവർ കണ്ടറിഞ്ഞ വിശ്വാസമാണല്ലോ, പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് അവർ അനുഭവിച്ചറിഞ്ഞ വിശ്വാസമാണ്. അതെ, അവർക്ക് ഞാൻ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച മോള് 6 വയസ്സായി, അവളും വന്ന് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും. ഇപ്പം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർ ചെയ്യില്ല. നമ്മൾ കണ്ട് മാതാപിതാക്കളെ കണ്ട് കുട്ടികൾ അതുപോലെ ചെയ്യും. പള്ളിയിൽ പോകുന്നത് നമ്മളും പള്ളിയിൽ പോകുമ്പോഴാണ് നമ്മളെ കൂടെ അവർ വന്ന് ആ ഈശോര ആ കുർബാനയിലുള്ള സാന്നിധ്യം അവർക്കും അനുഭവവേദ്യമാവുന്നത്, അവരിൽ നിന്ന് നിറയുന്നത്. അവർക്ക് കുർബാനയോടുള്ള ആഗ്രഹവും അവർക്ക് ലഭിക്കുന്നതും അതും അങ്ങനെയാണ്. അവർ മോനും നോമ്പെടുക്കുന്ന സമയത്തായാലും മമ്മി ഞാൻ നോമ്പെടുക്കുന്നു എന്ന് അവൻ ഇങ്ങോട്ട് വന്ന് പറയും. അങ്ങനെ ആണ് അവരിൽ വിശ്വാസം, ദൈവത്തിൻ്റെ കൃപകൾ അവരിൽ നിറയുന്നത്. രോഗി ശുശ്രൂഷ മേഖലകളിൽ എങ്ങനെയാണ് ഈശോയെ പകർന്നു കൊടുക്കുന്നത്? ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുൻപ് ബൈബിള് വായിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴും മുട്ടുമേൽ നിന്ന് ദൈവത്തിന് നന്ദി പറയും.
കാരണം നമ്മൾ ഓരോ രോഗികളിലും പോകുമ്പോൾ നമ്മളിലുള്ള ഈശോ അവരിൽ നിറയണം. അത് അവർക്കൊരു അനുഭവം ആവണം, അവർക്ക് ഒരു ആശ്വാസം കിട്ടണം എന്നുള്ള ഇതിൽ ഞാൻ നല്ല പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. ഇപ്പം കുരിശ് ധരിച്ചത് കൊണ്ട് മാത്രം ക്രിസ്ത്യാനികളാവില്ല. അപ്പം എനിക്ക് ഒരാളെ കാണുമ്പോഴത്തേക്ക് ഇവരെ എങ്ങനെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്. അവരുടെ അടുത്ത് നമുക്ക് ചിലപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രചോദനം എനിക്ക് ലഭിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. അവർക്ക് അത് വേറൊരു രീതിയിൽ എടുക്കാതെ അവർക്കത് മനസ്സിലായി അതവരെ ഉൾക്കൊള്ളാനുള്ള കഴിവ് അവർക്ക് ദൈവം കൊടുക്കും. അതിൽ തിരിച്ച് നമ്മളടുത്ത് റിയാക്ട് ചെയ്യാതെ അതവർ ഉൾക്കൊള്ളാനായിട്ട് കഴിയും. ഈ ചിലവരോട് ഒന്നും പറയണ്ട എന്നുള്ളത് തന്നെ മനസ്സിൽ ഈശോ തോന്നിപ്പിക്കും. പറയണമെന്നുള്ളത് ഞാൻ പറഞ്ഞാലും ചിലപ്പം ഞാൻ പറഞ്ഞാലോ എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നാലും ഈശോയോട് ചോദിച്ചതിന് ശേഷം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലൊരു മാനസാന്തരം ഉൾക്കൊള്ളാനായിട്ട് കഴിയും. അങ്ങനെ എനിക്ക് പല അനുഭവങ്ങളും അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈശോയെ ഇത്രയധികം അറിഞ്ഞ സുസ്മിതയുടെ ജീവിതത്തിൽ ഇനിയും ഒത്തിരിയേറെ ആഴത്തിൽ ഈശോയെ മനസ്സിലാക്കുവാനും ഈശോയുടെ സ്നേഹം അറിയുവാനും എല്ലാവിധ ആശംസകളും നേരുന്നു. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 23-ാം അധ്യായം 4-ാം വാക്യം ഇപ്രകാരം പറയുന്നു: മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടിയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അവിടുത്തെ ദണ്ഡും ഊന്നുവണ്ടിയും എനിക്ക് ഉറപ്പേകുന്നു. മരണത്തെ പോലും അതിജീവിച്ച് ഇന്നും ഈശോയുടെ സാക്ഷിയെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ നഴ്സിനെ നമ്മൾ ശ്രവിച്ചല്ലോ. ഇതുപോലെ ഏതൊരു പ്രതിസന്ധിയിലും നമുക്കും ഈശോയുടെ സാക്ഷികളായി ജീവിക്കാൻ പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനും ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.